എല്ലാ ഇന്ത്യക്കാർക്കും വളരെ പ്രിയങ്കരമായിട്ടൊരു വിഷയത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. 2013 നവംബറിൽ 40-ാം വയസ്സിലാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത്. സച്ചിൻ പാഡ് അടിച്ചിട്ട് നീണ്ട 10 വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോൾ 51 വയസ്സാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സച്ചിനെ വീണ്ടും കളിക്കളത്തിൽ കണ്ടു. മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ലീഗിൽ നോക്കൂ, ഈ സ്ക്രീനിൻ്റെ ഇരുപകുതികളിലും നമുക്ക് കാണാം സച്ചിന്മാർ തമ്മിൽ 2 പതിറ്റാണ്ട് പ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ലീഗിന് മൈതാനത്തേക്ക് പാഡ് കെട്ടിയിറങ്ങിയ സച്ചിൻ പഴയകാലം ഓർമ്മിപ്പിച്ചുവെന്നല്ല പറയേണ്ടത്. അക്ഷരാർത്ഥത്തിൽ അയാൾ 11 കൊല്ലം മുമ്പ് നമ്മൾ കൊതിതീരാതെ കണ്ടിരുന്ന അതേ സച്ചിനായിരുന്നു. ആ ക്ലാസിക് ഷോട്ടുകളെല്ലാം അതേ മനോഹാരിതയിൽ അദ്ദേഹം ആവർത്തിച്ചു. കണ്ടിരിക്കുന്നത് വിഖ്യാതമായ ഏതോ ക്ലാസിക് മാച്ചിൻ്റെ ഹൈലൈറ്റ് ആണോ എന്ന് നമ്മൾ ഒരു വേള സംശയിച്ചു. 6 മത്സരങ്ങളിൽ നിന്ന് സച്ചിൻ നേടിയത് 181 റൺസാണ്. വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് ഇന്ത്യൻ മാസ്റ്റർമാർ കപ്പുമുയർത്തി. ക്രിക്കറ്റിനെ ദൈവം എന്ന് സച്ചിനെ ഒരു ജനത വിളിച്ചത് വെറുതെയല്ല. ഒന്ന് കണ്ടുവരാം ഒരു സച്ചിൻ റിപ്പോർട്ട് 59 സെക്കൻഡിൽ. സ്ട്രൈറ്റ് ഡ്രൈവുകളുടെ രാജകുമാരൻ, ഒരു ജനതയെ ഭ്രാന്തമായി ക്രിക്കറ്റിനെ ശ്വസിക്കാൻ പഠിപ്പിച്ചവൻ, പാടത്തുയരുന്ന മടൽ ബാറ്റുകൾക്ക് പോലും ജീവൻ നൽകിയ മനുഷ്യൻ. സച്ചിൻ എന്ന ആർത്തുവിളികൾക്കിടയിലൂടെ അയാൾ പലവട്ടം കളിക്കളത്തിലേക്ക് നടന്നിറങ്ങി. റെക്കോർഡുകളെല്ലാം തന്റെ പേരിലാക്കുമ്പോഴും മുഖത്ത് അവസാനിക്കാത്ത പുഞ്ചിരി. ബ്രെഡ്ലിയുടെ നിയന്ത്രണം വിട്ട ബീമർ ദേഹത്ത് പതിച്ച നിമിഷം പോലും മുഖത്ത് ക്രിക്കറ്റിന്റെ സൗന്ദര്യം സൂക്ഷിച്ച ലിറ്റിൽ മാസ്റ്റർ. സച്ചിൻ വിരമിച്ചതിന് ശേഷം ക്രിക്കറ്റ് കാണുന്നത് അവസാനിപ്പിച്ച ഒരു തലമുറ ഇന്ത്യയിലുണ്ട്. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിലൂടെ സച്ചിന്റെ കളിക്കളത്തിലേക്കുള്ള തിരിച്ചുവരവ് ഒരു കാലഘട്ടത്തിന്റെ വീണ്ടെടുപ്പായിരുന്നു. മാസ്റ്റേഴ്സ് ലീഗിൽ ഇന്ത്യ കിരീടം ചൂടുമ്പോൾ നമ്മുടെ നിത്യഹരിത സച്ചിൻ ടെണ്ടുൽക്കർ തല ഉയർത്തി നിൽക്കുന്നു. വിദ്യപർവ്വതവും അറബിക്കടലും പോലെ ആ പ്രതിഭ സൂര്യ തേജസ്സായി തുടരുന്നു. സച്ചിൻ, ഒരേയൊരു സച്ചിൻ. RDX റാപ്പ് ന്യൂസ് മലയാളം. നോക്കൂ, നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ആരായിരുന്നു എന്ന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഡാറ്റാ ഷീറ്റിലൂടെ പറയേണ്ട കാര്യമേ ഇല്ല. ഒരേ ഒരു സച്ചിനേ ഉള്ളൂ. ലോകത്തിനകത്തന്നെയും ഇന്ത്യക്ക് മാത്രമല്ല ഒരേ ഒരു സച്ചിനേ ഉള്ളൂ. 1989 നവംബർ 15 പാകിസ്ഥാനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം. 200 ടെസ്റ്റുകളിൽ നിന്ന് 53.08% 15,921 റൺസ്. ഏകദിനത്തിൽ 463 മത്സരങ്ങളിൽ നിന്ന് 12,426 റൺസ്. ഈ നമ്പറുകളെല്ലാം ക്രിക്കറ്റ് ആരാധകരുടെ ഉള്ളിലുള്ളതാണ്. ഏകദിനത്തിൽ ആദ്യമായി ഡബിൾ സെഞ്ചുറി നേടുന്ന താരം. ടെസ്റ്റിലും ഏകദിനത്തിലുമായി 100 സെഞ്ചുറികൾ. 49 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 2,278 റൺസ് നേടി അദ്ദേഹം. മാസ്റ്റേഴ്സ് T20 കിരീടം തൂക്കി. ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് ഇന്ത്യക്ക് കിരീടം. മാസ്റ്റേഴ്സ് ലീഗിൽ സച്ചിൻ അടിച്ചു കൂട്ടിയത് 181 റൺസ്. ആകെ 6 സിക്സുകളും 24 ഫോറുകളും, സ്ട്രെയിറ്റ് ഡ്രൈവ്, കവർ ഡ്രൈവ്, അപ്പർ കട്ട്, പുൾ ഷോട്ട്. ലീഗിൽ ഓസ്ട്രേലിയക്കെതിരെ 33 ബോളിൽ 64 റൺസ്. ടൂർണമെന്റിലുടനീളം സച്ചിൻ്റെ മികച്ച പ്രകടനം. അതായത് നമ്മളൊരു 10 വർഷം മുമ്പ് എന്നതുപോലെ സത്യത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ കാര്യത്തിൽ സംസാരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അദ്ദേഹം എക്കാലത്തും മാസ്റ്ററാണ്, ഏറ്റവും വലിയ മാസ്റ്ററാണ്. പക്ഷേ ഇപ്പോൾ ഈ മാസ്റ്റേഴ്സ് ട്രോഫിയിൽ കൂടെ നേടുമ്പോൾ കുറച്ചൊരു അത്ഭുതം ഉണ്ടാകുന്ന കാര്യമാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ കാര്യം അത്ഭുതം ഇല്ല എന്നാണോ? ഇല്ല, അതിനകത്ത് ഈ 51 വയസ്സാണ് അദ്ദേഹത്തിന്. അതായത് പൊതുവേ കളിക്കാർ നമുക്കറിയാമല്ലോ, ക്രിക്കറ്റ് കളിക്കാർ പലരും ആ ഫിസിക്ക് അതേ മട്ടിൽ പിന്നീട് നിലനിർത്തി പോകുന്ന ആളുകളില്ല. പലരും വളരെ പെട്ടെന്ന് സുഖിമാന്മാരാകും ഈ കളി അവസാനിക്കുന്നതോടെ. പക്ഷേ അങ്ങനെയല്ല, ചിലർ അങ്ങനെയല്ല. മാസ്റ്ററും ലിറ്റിൽ മാസ്റ്ററും തരക്കേടില്ല എന്നാണ് ഇത്തവണ എനിക്ക് തോന്നിയത്. കാരണം കഴിഞ്ഞ ദിവസം ഗവാസ്കർ ഈ വിജയത്തിൽ ആഹ്ലാദിക്കുന്ന ഗവാസ്കറിനെ കണ്ടാൽ എത്ര ചെറുപ്പമാണെന്ന് തോന്നും. 70 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു ഗവാസ്കറിന്. പക്ഷേ അത്ര ആവേശത്തിലാണ് അദ്ദേഹം നൃത്തം ചെയ്യുന്നത്. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കറെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കരുത്തൊട്ടും ചോർന്നിട്ടില്ല. കരുത്ത് ചോർന്നിട്ടില്ല എന്നുള്ളതല്ല, നേരത്തെ ഈ പറഞ്ഞതുപോലെ എല്ലാ തരം ഷോട്ടുകളും സച്ചിൻ അവിടെ കളിച്ചു. അതായത് അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായ സച്ചിൻ ടെണ്ടുൽക്കറുടെ എല്ലാ നമ്പറുകളും അദ്ദേഹം ഫീൽഡിൽ പയറ്റുന്നത് കണ്ടു എന്നുള്ളതാണ്. ഇപ്പം ഞാനൊക്കെ കളി കാണുന്നത് ഈ കളിയുടെ എല്ലാ സൂക്ഷ്മമായ, അതായത് അതിൻ്റെ ഒരു സൂക്ഷ്മമായ അംശം എല്ലാം വിലയിരുത്തിക്കൊണ്ട് ഓരോ ഷോട്ടും ഇത് ഇന്ന ഷോട്ട് എന്ന് പഠിച്ചുകൊണ്ടൊന്നുമല്ല നമ്മൾ കാണുന്നത്. അന്ന് സച്ചിൻ
ഇത് മാത്രമാണ് കളി കണ്ടിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ കളി കണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മാസ്മരിക നിമിഷമാണ്. കാരണം 51 വയസ്സുള്ള സച്ചിൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ 90s കിഡ്സിനെ മുഴുവൻ അങ്ങനെ ആവേശത്തിൽ ആറാടിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇത് കളി അന്ന് ഈ മാസ്റ്റേഴ്സ് ട്രോഫി ഇപ്പോൾ ഇരുന്ന് ഇനി വേണമെങ്കിൽ ആളുകൾ അതിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടു തുടങ്ങും വീണ്ടും. കാരണം അതുപോലുള്ള ഒരു പെർഫോമൻസ് സച്ചിൻ അവിടെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സെമി ഫൈനലിൽ വിൻഡീസിൻ്റെ ജെറോം ടൈലറിനെതിരെ അത് 22 വർഷങ്ങൾക്ക് ശേഷം അതേ ഷോട്ട് അദ്ദേഹം കളിച്ചു എന്നുള്ളതാണ്. അത് ആളുകൾക്ക് ആ ഷോട്ട് കാണുമ്പോൾ സച്ചിൻ അന്നത്തെ 2003 ലോകകപ്പിൽ അക്തറിനെതിരെ അടിച്ച അതേ ഷോട്ട് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ കൗതുകത്തോടെ, വളരെ നോസ്റ്റാൾജിയയോടെ ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ് കാര്യം. ഇതിലെനിക്ക് സച്ചിൻ്റെ കളി നിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരുന്ന ദിവസം അന്ന് ഞാനാണ് ഇന്ത്യ വിഷനിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ ചർച്ച നയിച്ചത്. അന്ന് MP രാജേഷ്, ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന MP രാജേഷ് ആയിരുന്നു ഒരു അതിഥി എന്ന് ഞാൻ ആലോചിക്കുന്നു. അദ്ദേഹം ഈ പറയുന്ന പോലെ മറ്റേതെങ്കിലും ഒരു ചർച്ചയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വന്നാൽ പറയാനിടയില്ലാത്ത വിധം പോസിറ്റീവായുള്ള വാക്കുകൾ കൊണ്ട് മാത്രം സച്ചിനെ മൂടിയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് വന്ന അതിഥികൾ, അദ്ദേഹം മാത്രമല്ല മറ്റ് അതിഥികൾ കൂടെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോരുത്തരും അവരവരുടെ കരിയറിൽ എത്രത്തോളം അവനവനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ കാണണമെന്നാണ്. സച്ചിൻ ആ മൗനിയാണ്, അധികം സംസാരിക്കില്ല, ബഹളം ഉണ്ടാക്കില്ല, കുഴപ്പമുണ്ടാക്കില്ല, അദ്ദേഹത്തിൻ്റെ കളി മാത്രം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രതിഭകളെ എത്ര പ്രായമെത്തിയാലും തന്ത വൈബ് ബാധിക്കില്ല എന്നതാണ് നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ മനസ്സിലാക്കുന്നത്, അല്ലേ? അതായത് ഏത് കാലത്ത് അദ്ദേഹം കളിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചെറുപ്പത്തിലുള്ള കളിക്കാരൻ ചർച്ച ചെയ്തതുപോലെ മെത്ത് MDMA ഒക്കെ അടിക്കാതെ നടക്കുന്നതിൻ്റെ ഗുണം കൂടി കറക്റ്റ് അതെ പറഞ്ഞാൽ നിർത്തുന്നത്. അതായത് നോർമലായിട്ട് അവനവൻ്റെ ജോലിയെ, അവനവൻ്റെ കരിയറിനെ ഏറ്റവും വലിയ ലഹരിയായി സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. നിങ്ങൾക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആകാനാകില്ല, പക്ഷേ എങ്കിലും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ആന, കടൽ, നമ്മൾ മലയാളികൾക്ക് മമ്മൂട്ടി, മോഹൻലാൽ, ഇതൊന്നും കണ്ടാലും മതിയാകില്ല. ക്രിക്കറ്റിനോട് വിദൂര ബന്ധമെങ്കിലും ഉള്ളവർക്ക് അതുപോലെയാണ് സച്ചിനും. ക്രിക്കറ്റ് കളിക്കാനായി മാത്രം ഭൂമിയിലേക്ക് വന്ന മനുഷ്യനാണ് അദ്ദേഹം. പ്രതിഭാസങ്ങൾക്ക് പ്രായമാകില്ലല്ലോ, അതുപോലെ സച്ചിനും പ്രായമാകുന്നില്ല. വിരമിച്ച കളിക്കാരുടെ ലീഗാണ് മാസ്റ്റേഴ്സ് ലീഗ്. യുവത്വത്തിൻ്റെ സ്പീഡും സ്പ്ലെൻഡറും ചിലപ്പോൾ കളിക്കളത്തിൽ പ്രതീക്ഷിക്കാനാകില്ല, പക്ഷേ സ്റ്റേഡിയങ്ങളിലേക്ക് 10,000 എത്തി, കോടിക്കണക്കിന് ആളുകൾ മത്സരം തത്സമയം കണ്ടു. കാരണം ഒന്നേ ഉള്ളൂ, സച്ചിൻ. ഓരോ തവണ സച്ചിൻ കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴും 1,00,000 മനുഷ്യർ ഒരേ സ്വരത്തിൽ ആ പേര് വിളിച്ചാർപ്പിട്ടു. ഈയൊരു വിധം അംഗീകാരം ഇന്ത്യയിൽ ഇന്ന് വരെ മറ്റൊരു കായിക പ്രതിഭയ്ക്കും കിട്ടിയിട്ടില്ല. ആ കേട്ട ആരവം പറയും സച്ചിൻ ഇന്ത്യക്ക് ആരെന്ന്. ഇവിടെ നിർത്തുകയാണ് ഇന്നത്തെ RDX.